ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവരുടെ എല്ലാവരുടെയും മനസ്സ് തകർക്കുന്ന ഒരു സംഭവം ഉണ്ടാവണം. അതുണ്ടാക്കണം. അതെന്താ? അതെന്താന്ന് ആലോചിച്ചെടുക്കണം. അവളുണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഓ എടി പ്രിയ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടടി. ഓ ഭയങ്കര ദാഹം. മാഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ രാജു? മീര എന്ന് പേര് മാറ്റിയ പത്മാവതി മാഡം മകളെ കണ്ടിരുന്നത്. എന്തുകൊണ്ടാ സ്വന്തം മകളോട് താൻ അവളുടെ അമ്മയാണെന്നുള്ള സത്യം പത്മാവതി മാഡം മറച്ചു വെച്ചത്? എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ ചില മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട്. അല്ല, രാജു എന്താ പറഞ്ഞു വരുന്നത്? അച്ഛന് ചില കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നുന്നു. നമുക്ക് പത്മാവതി മാഡത്തെ കുറിച്ച് അച്ഛനോട് ചോദിച്ചാലോ? അത് തൽക്കാലം വേണ്ട രാജു. ശരി, മാഡം പറഞ്ഞ പിന്നെ അതിന് അപ്പീൽ ഇല്ലല്ലോ. രാജു, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണാവോ റിക്വസ്റ്റ്? ഈ മാഡം എന്ന വിളി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനേ ഒരു നല്ല മുഹൂർത്തം നോക്കട്ടെ, എന്നിട്ട് വിളി മാറ്റാം. വെറും ഋതു എന്ന് വിളിച്ചാ മതി. വെറും ഋതു? അയ്യേ, അതെന്ത് പേര്? ഞാൻ അങ്ങനെയൊന്നും വിളിക്കില്ല. കളിയാക്കല്ലേ രാജു? ഇല്ല, മാഡത്തിന്റെ അപേക്ഷ ഞാൻ എന്റെ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും ഇതിനൊരു മറുപടി ഞാൻ അടുത്ത ദിവസം തരുന്നതായിരിക്കും. ഷുവർ. മാഡം വാ. ആകെ തകർന്നു പോയില്ല കളിയ. കട്ടോണ്ട് വന്ന മുതല് പട്ടി കട്ടോണ്ട് പോയ പോലായി. എന്താണ് സംഭവിച്ചതെന്നൊന്ന് വ്യക്തോട് പറയടാ. ആ തള്ള വന്നെന്റെ ഓഫീസ് കയ്യേറി. ഏത് തള്ള? എന്റെ പെറ്റ തള്ള കൊച്ചമണി. അയ്യോ, ഇപ്പൊ കൊച്ചമണിയല്ല, രാജരാജേശ്വരി വർമ്മ. അവര് നിന്നെ പ്രസവിച്ചതല്ലേ? എന്റെ അളിയ, വയറിൽ വലിയൊരു മുഴ വന്നപ്പോ അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ പോലെയാ അവരെന്നെ കാണുന്നത്. അവരെന്നെ മകനായിട്ട് കണ്ടിട്ടില്ല, ഞാനൊരു മുഴയാ. അല്ലടാ, അവര് ഓഫീസിൽ കയറിയിട്ട് എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? എടാ, അവരാ ദിലീപ് സാറിനെ തരുൺ സാറിനെ വിളിച്ചു വരുത്തി ഇനിയുള്ള കമ്മീഷൻ വരുന്നത് അവർ അക്കൗണ്ടിലേക്ക് മാറ്റി. അയ്യോ, ചതിച്ചല്ലോടെ ചെയ്യാ. ഇതിൽ പല ഒരു ചതി പറ്റാ ഇല്ലളിയ. അല്ലടാ, കമ്മീഷൻ മുഴുവൻ അവരൊറ്റയ്ക്കും എടുക്കോ? നിനക്കും എനിക്കും എന്തെങ്കിലും തരില്ലേ? നീ ഈ കളത്തിലുള്ളതെന്ന് അവർക്ക് അറിയില്ലല്ലോ. അല്ല, നീ കൊണ്ടെന്ന് അറിഞ്ഞാലൊന്നും തരില്ല. എനിക്ക് വല്ല നക്കാപ്പിച്ചാൻ കിട്ടും. എടാ, അവരൊരു ഭയങ്കരിയാടാ. എന്റെ അച്ഛനിട്ട് വെട്ടിയ വെള്ളടിയാത്തള്ള. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ ജയ? നിനക്ക് നിന്റെ അമ്മയാണെന്നെങ്കിലും കരുതി സമാധാനപ്പെടാം. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എന്റെ സ്ഥിതിയോ? അല്ലടാ, ഇതൊരു വലിയ തട്ടിപ്പല്ലേ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലോ? അങ്ങനെ വന്ന ജയിലിൽ പോണ അത് ഞാനല്ലേ? അല്ലടാ, ഈ തട്ടിപ്പിൽ പങ്കാളി ആയതുകൊണ്ട് നിന്റെ അമ്മയും കൊണ്ടുപോകുന്ന അവരോട് പറയണം. എടാ, അവർക്ക് ഒരു പേടിയില്ലളിയ. ജയിലിലേക്ക് പോയ അവർ അട്ടക്കുളങ്ങര വനിതാ ജയിലില് സെലിബ്രേറ്റ് ആയിട്ട് മാറും. വല്ലാത്തൊരു ജന്തുവാ. പെട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. എടാ, നിനക്ക് അവരെക്കാളും വലിയ വേലകൾ അറിയില്ലടാ. എന്തെങ്കിലും നീ ഒന്ന് ആലോചിക്കേ. ചെയ്ത പണിക്ക് കൂലി എനിക്ക് നിനക്ക് കിട്ടിയല്ലേ പറ്റൂ. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? കാറ്റേ നമുക്കെതിരെ വീശി തുടങ്ങി മോനെ. ഓർക്കാപ്പുറത്തുള്ള ആ സ്ത്രീയുടെ വരവോടെ എന്റെ എല്ലാ മനക്കോട്ടകളും തകർന്നു. മകളെ ഞാൻ തകർത്തു വിട്ടു. അമ്മ കൽക്കട്ടയിലേക്കും പോയി. ഒരിക്കലും ഇവര് തിരികെ വരില്ലെന്ന ഞാൻ കരുതിയത്. എല്ലാം
ഒന്നൊന്നായിട്ട് കൈവിട്ട് പോവാ. എന്റെ ചങ്ങലയിൽ കിടന്ന പ്രതാപനും ആ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് പോകുന്നതാ കാണുന്നേ. ഇനി എന്ത് ചെയ്യുമേ? ആലോചിച്ചിട്ട് ഒരു ഉത്തരവും എനിക്ക് കിട്ടുന്നില്ലടാ. ഇവിടെ എന്തൊക്കെയോ ചർച്ചകളും തീരുമാനങ്ങളും നടക്കുന്നുണ്ട്. ഒന്നും എനിക്കറിയാൻ പറ്റുന്നുമില്ല, ഒന്നിലും എന്നെ പങ്കെടുപ്പിക്കുന്നുമില്ല. മുമ്പൊക്കെ ഇവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും പ്രതാപൻ എന്നോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ അവനും എന്നോടൊന്നും പറയുന്നില്ല. ഇവിടെ ഇവരുടെ എല്ലാവരുടെയും മനസ്സ് തകർക്കുന്ന ഒരു സംഭവം ഉണ്ടാവണം. അതുണ്ടാക്കണം. അതെന്താ? അതെന്താന്ന് ആലോചിച്ചെടുക്കണം. ഒരു ബോംബ് ഇവിടെ വീഴണം. എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അമ്മേ, അമ്മ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? പ്രതാപം വാ, ഇങ്ങോട്ടിരിക്കെ. ഞാൻ വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. മനുഷ്യരുടെ കാര്യ. ഒരു മരണവുമായി നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിഴൽ പോലെ നമ്മുടെ കൂടെ നടക്കുന്ന ആ കക്ഷിയെ നമ്മൾ പേടിച്ചേ പറ്റൂ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞു വന്നത്, ചെയ്യേണ്ട കാര്യങ്ങള് അവരവര് കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവര് അതിന്റെ പേരിൽ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്റെ വക്കീലിനെ വിളിച്ചു വരുത്തി ഞാനിതൊക്കെ ചെയ്തു വെച്ചത്. ഇതെന്താ അമ്മേ? ഇതെന്റേതായിട്ടുള്ള എല്ലാ സ്വത്തുക്കളുടെയും ഒരു കൈമാറ്റ രേഖയാണ്. എന്റെ വിൽപത്രം. എന്തിനമ്മ ഇതൊക്കെ ഇപ്പോഴേ? പ്രതാപ, ഇതിനുള്ള മറുപടി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് അപ്പുറത്തേക്ക് നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. പറ്റൂ? മണ്ണിനും പെണ്ണിനും വേണ്ടി മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തുന്ന കാലമായത്. നമുക്ക് ചുറ്റും ഇവിടെയും എവിടെയും അവസരം കാത്തിരിക്കുക ശത്രുക്കള്. അതുകൊണ്ടാ ഞാൻ തറവാട്ടിന്ന് തിരിച്ചു പോന്നപ്പോ ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടി തയ്യാറാക്കിയത്. പ്രതാപൻ ഇതൊന്ന് വായിച്ചു നോക്ക്. വേണ്ട, അമ്മ പറഞ്ഞാ മതി. സൂര്യമംഗലം തറവാട്ട് കോവില് ഉൾപ്പെടെ എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ഋതുമോളുടെ പേരിൽ എഴുതി വെച്ചു.